സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്ററിലായിട്ടുള്ള ലാസ്റ്റത്തെ ചോദ്യമാണ്. ദ ടേബിൾ ബിലോ ഗീവ്സ് ദ ഡീറ്റെയിൽ ഓഫ് ദ ഇൻകം ടാക്സ് പെയ്ഡ് ബൈ ദ എംപ്ലോയ് ഇൻ ആൻ ഓഫീസ് ഇൻ എ ഇയർ. കാൽക്കുലേറ്റ് ദ മീഡിയൻ ഇൻകം ടാക്സ് പെയ്ഡ്. ഒരു സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർ ഒരു വർഷം കൊടുത്ത ആദായ നികുതിയുടെ പട്ടികയാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. നികുതിയുടെ മധ്യമം കണക്കാക്കുക. നമ്മൾ മുമ്പത്തെ ചോദ്യങ്ങളിലൊക്കെ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് വേണം? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അഥവാ ആവർത്തന ആവൃത്തി വേണം. ഫസ്റ്റത്തത് 8 ആണ്, അത് നേരെ 8 എഴുതി. പിന്നെ 8ലേക്ക് 10 കൂട്ടിയിട്ട് 18, അങ്ങനെ ഓരോന്നായി കൂട്ടി പോവാം. 8ക്ക് 10 കൂട്ടി 18, 18ക്ക് 15 കൂട്ടി 33, 33 20 53, 53 22 75, 75 8 83, 83 6 89, 89 3 92. അപ്പോ നമ്മൾ അതിൽ എല്ലാം എന്ത് ചെയ്തു? ആഡ് ചെയ്തു, കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി 92 ആണ് വരുന്നത്. 92 എന്ന് പറയുന്നത് ഒരു ഈവൺ നമ്പർ ആണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈവൺ നമ്പർ ആണെങ്കിൽ അതിന്റെ നേരെ പകുതി. അപ്പൊ 92ന്റെ പകുതി 46 വരും. പിന്നെ തൊട്ടപ്പുറത്തെ ആള് എത്രയാ? 47. അപ്പൊ 46ാമത്തെയും 47ാമത്തെയും ആളെ കണ്ടുപിടിച്ചിട്ട് അതിന്റെ പകുതി കാണണം. അപ്പൊ 46 47 എവിടെ വരിക? നമുക്ക് പേന വെച്ച് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ക്ലാസ് എവിടെ? പെണ്ണെവിടെ? 46 47 വരുന്നത് 34 മുതൽ 53 വരെ വരുന്ന ക്ലാസ് ആണ് ഈ കാണുന്നത്. 4000 മുതൽ 5000 വരെ എന്നുള്ളത് 34 മുതൽ 53 വരെ വരുന്നതാണ്. അതിന്റെ ഇടയിലല്ലേ 46 47 വരിക, അല്ലെ? ഇനി 46ാമത്തെയും 47ാമത്തെയും ആളെ കാണണം. അതിനു മുമ്പ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്. തൊട്ട് മുകളിൽ ആരാ? 33. അപ്പൊ 34ാമത്തെ ആളെ കാണണം. 34ാമത്തെ ആളെ കാണണമെങ്കിൽ നമ്മൾ ആദ്യം ആരെ കണ്ടുപിടിക്കണം? കോമൺ ഡിഫറൻസ് കാണണം, പൊതുവ്യത്യാസം കാണണം. അതെങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ 4000 to 5000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ ഡിഫറൻസ്? 1000. ഇവിടെ 33 to 53 എന്ന് പറഞ്ഞാലോ 20. അപ്പൊ ഈ 1000നെ 20 ആളുകൾക്ക് വീതം വെച്ച് കൊടുക്കണം. അപ്പൊ 1000/20 എങ്ങനെയാ? ക്ലാസ് ഇന്റർവെലിന്റെ ഡിഫറൻസിനെ ഇവിടെ എത്ര ആളുകളാണോ ആ ആളുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 1000/20, 0 വെട്ടിപ്പോവും. പിന്നെ 100/2 എത്ര കിട്ടും? 50 കിട്ടും. അപ്പൊ പൊതുവ്യത്യാസം കിട്ടി 50. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 34ാമത്തെ ആളെ എങ്ങനെ കാണാം? ഈ റൗണ്ട് ചെയ്ത സംഖ്യയിലെ ഏറ്റവും ചെറിയ സംഖ്യയിലേക്ക് പൊതുവ്യത്യാസത്തിന്റെ പകുതി കൂട്ടണം. പൊതുവ്യത്യാസം 50, അതിന്റെ പകുതി 25. അപ്പൊ 4000ത്തിലേക്ക് 25 കൂട്ടുമ്പോ എത്ര കിട്ടും? 4025 കിട്ടും. ഇനി നമ്മൾ 46ാമത്തെ ആളെ കാണും. 34ാമത്തെ ആളിലേക്ക് 12 പ്രാവശ്യം കോമൺ ഡിഫറൻസ്. 34 കഴിഞ്ഞിട്ട് 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46 ആണോ? 34 10 44, 44 കഴിഞ്ഞാൽ 40, 46. 12 പ്രാവശ്യം കോമൺ ഡിഫറൻസ്. എത്ര പ്രാവശ്യം കൂട്ടണം? 12 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയാലാണ് നമുക്ക് 46ാമത്തെ ആളെ കിട്ടുക. അപ്പൊ 34ാമത്തെ ആള് പ്ലസ് 12 into d, 4025 പ്ലസ് 50 ആണ് കോമൺ ഡിഫറൻസ് ഇൻറ്റു 12. ഇനി ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 50 into 12 ബോർഡ് മാസ് പ്രകാരം ആദ്യം മൾട്ടിപ്ലിക്കേഷൻ. 50 into 12 ചെയ്യുമ്പോൾ 600 കിട്ടും. അപ്പൊ 4625. ഇതിലേക്ക് കോമൺ ഡിഫറൻസ് ആയ 50 കൂട്ടിയാൽ 47ാമത്തെ ആളെയും കിട്ടി, 4675. ഇനി ഇവരുടെ ആവറേജ് കാണണം. ഇവരുടെ ആവറേജ് കാണാൻ ഇത് രണ്ടും കൂട്ടിയിട്ട് 2 ഹരിക്കണം. അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു? ഈ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 50. അതിന്റെ പകുതി, 50ന്റെ പകുതി 25. അത് ഫസ്റ്റത്തെ നമ്പർക്ക് കൂട്ടുക. അപ്പോ 4625ക്ക് 50 രണ്ടും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 50. ആ 50ന്റെ പകുതിയായ 25 കൂട്ടിയാൽ 4650. അപ്പൊ നമുക്ക് മധ്യം എത്ര കിട്ടും? 4650. മധ്യം അഥവാ മീഡിയം നമുക്ക് കിട്ടിയ എത്രയാ? 4650. ഇങ്ങനെയാണ് ഈ ചാപ്റ്ററിന് നമുക്ക് ചോദ്യങ്ങൾ വരും കേട്ടോ. 3 സബ് ഡിവിഷൻ ആയിട്ടായിരിക്കും ഉണ്ടാവുക. എത്രാമത്തെ ആള്?
അത് കഴിഞ്ഞ് നമ്മൾ റൗണ്ട് ചെയ്തതിന്റെ തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വെച്ചിട്ടുള്ള ചോദ്യമായിരിക്കും. 33 ആണ് ഇവിടെ. അപ്പൊ 34ാമത്തെ ആളെ കാണണം. പിന്നെ ആയിരിക്കും മധ്യമം കാണാൻ പറയാം. ഓക്കെ.